പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മോർദെഖായി എന്നുള്ള ഒരു ദൈവഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നു. മോർദെഖായി ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോട് വളരെ കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം, പലപ്പോഴും പ്രൈസ് ദി ലോർഡ് രാജാവിൻ്റെ സ്തോത്രം വാതിൽ കാവൽക്കാരനായി ഇരിക്കുമ്പോൾ തന്നെ അനേക ഭക്തന്മാർ രാജാവിനെ കാണുവാൻ വരും. സ്തോത്രം. അങ്ങനെ മറ്റ് ഇതര ഭക്തന്മാർ വരുമ്പോഴൊക്കെ അവരെ നമസ്കരിക്കുകയും അവരെ കുമ്പിടുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, ഒരിക്കൽ ഹാമാൻ കടന്നു വന്നപ്പോൾ മോർദെഖായി അവനെ നമസ്കരിക്കുവാനോ കുമ്പിടുവാനോ തയ്യാറായില്ല. സ്തോത്രം. ആ ഒരു തെറ്റിൻ്റെ പുറത്ത് മോർദെഖായിക്ക് നേരെ ഒത്തിരി പ്രയാസങ്ങൾ ഹാമാൻ അഴിച്ചു വിടുവാനിടയായി. സ്തോത്രം. എന്നാൽ മോർദെഖായി നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനാണ്. ഒരു പ്രയാസം വരുമ്പോൾ മോർദെഖായി ദൈവസന്നിധിയിൽ വളരെ കരയുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. അങ്ങനെ ഇവൻ പുറം ആരും കേൾക്കാതെ വളരെ പ്രാർത്ഥനയോടും കണ്ണുനീരോടുമായിരിക്കുമ്പോൾ ഒരു ദിവസം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എസ്തേറിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ഒരു കാര്യം ചെയ്യണം. സൂസൻ രാജധാനിയെല്ലാം 3 ദിവസം രാവും പകലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കണമെന്നവർ. തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. കന്നുകാലികളും മൃഗസമ്പത്ത് ഒന്നിനും ആഹാരമൊന്നും കൊടുക്കാതെ സൂസൻ രാജധാനി ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്തോത്രം, സൂസൻ രാജധാനി പ്രാർത്ഥിക്കാൻ തയ്യാറായി പ്രാർത്ഥന തുടങ്ങി. 3-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ, സ്തോത്രം, ഹല്ലേലൂയ, എസ്തേർ പോയി നിൽക്കുമ്പോൾ സ്തോത്രം, അഹശ്വേരോശ് രാജാവ് ചോദിക്കുകയാണ്, ഈ രാജ്യത്തിൻ്റെ പകുതി വേണമോ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. കാരണം പ്രാർത്ഥനയുടെ ശക്തി അത്രയും വലുതായിരുന്നു. ദൈവ പൈതലേ, ഒരു പ്രയാസം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിപ്പാൻ ഈ പകൽക്കാലം നീ ആകണമെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. എത്രയോ പ്രതികൂലങ്ങളിൽ കൂടെയാണ് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വേദനയിൽ കൂടെയാണ് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വ്യക്തികൾ നിന്നെ മാറ്റി നിർത്തി, നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ കുറ്റപ്പെടുത്തി, ഹല്ലേലൂയ, നിന്നെ പഠിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നിനക്കെതിരെ പറഞ്ഞ് പരത്തി നീ ഒരു തളർന്ന ഒരു വ്യക്തിയായി നിൻ്റെ ജീവിതം തള്ളിവിടുകയല്ലേ. എന്നാൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമോ? യേശുവിൻ്റെ മുൻപിൽ നീ പ്രാർത്ഥിക്കാൻ ഇന്ന് മുട്ടുമടക്കുമെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിപ്പാൻ പോകുകയാണ്. നോക്കൂ, ഇവിടെ സൂസൻ രാജധാനി പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോൾ സ്തോത്രം, ഹാമാൻ തനിക്ക് നേരെ സ്തോത്രം ഒരു കഴുകുമരം ഉണ്ടാക്കാനിടയായി. സ്തോത്രം. അതിൻ്റെ ഉയരം 50 മുഴം ഉയരമുള്ള സ്തോത്രം കഴുകുമരം മോർദെഖായിക്ക് നേരെ സ്തോത്രം പണിയുവാനിടയായി. എവിടെയാണ് പണിയുന്നത്? ഹാമാൻ്റെ വീട്ടുമുറ്റത്ത് 50 മുഴം ഉയരം, ലോകമൊട്ടാകെ കാണണം മോർദെഖായിയെ തൂക്കി നിർത്തുന്നത്. സ്തോത്രം. ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഈ സമയത്ത് സ്തോത്രം, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കഴുകുമരത്തെ നിൻ്റെ സ്തോത്ര കണ്ണിന് മുൻപിൽ നിന്ന് ആ കഴുകുമരത്തെ സ്തോത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കുക. അതിൽ നിന്ന് തൂക്കുവാൻ നിർത്തിയിരിക്കുക. ദൈവ പൈതലേ, എത്രയോ നാളായി നിൻ്റെ ജീവിതത്തിൽ കഴുകുമരം ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, സ്തോത്രം, ആഹാരം ഉണ്ടായിരുന്നിട്ടും കഴിക്കാതെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന കഴുകുമരം എത്രയോ നാളുകളായി നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഉടച്ചു കളയുവാൻ, ഈ ഭൂപരപ്പിൽ നിന്നെ സ്തോത്രം മാറ്റിക്കളയുവാൻ ഉയർന്നു നിൽക്കുന്ന കഴുകുമരത്തെ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം കണ്ടിരിക്കുക. സ്തോത്രം. സ്തോത്രം, ഹല്ലേലൂയ. ഹാമാൻ്റെ ഭാര്യ സേരസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, മറ്റ് പ്രഭുക്കന്മാരെക്കാൾ നിൻ്റെ അവൻ ശക്തനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ മുമ്പിൽ ജയിക്കയില്ല. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം സ്തോത്രം, പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ വിശുദ്ധിയിലും വേർപാടിലും പത്യുപദേശത്തിലും നിൽക്കുന്ന ഒരു ദൈവഭക്തൻ്റെ മുൻപിൽ എത്ര ഉപായങ്ങൾ ശത്രു ഉന്നയിച്ചാലും അതിൻ്റെ മുൻപിൽ സ്തോത്രം ഉപായം ഉന്നയിക്കുന്ന അഥവാ ഹാമാൻ്റെ ശക്തികൾ അവിടെ തകരുമാരിടയാകുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം അറിയുന്നു. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണോ? ഇന്ന് പകൽക്കാലം നീ ദൈവദാസനാണോ, ദൈവദാസി
വ്യക്തിയാണോ, ഒരു വിശ്വാസിയാണോ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ എത്ര കഴുകുമരം ഉയർന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് നീ നോക്കി നിൽക്കുമ്പോൾ ആ കഴുകുമരം നിൻ്റെ മുമ്പിൽ താളടിയാകാൻ പോകുകയാണ്. സ്തോത്രം. ഇവൻ്റെ തെറ്റെന്താ? മൊർദെഖായി തെറ്റെന്തെന്നറിയാമോ? അവൻ്റെ മുമ്പിൽ സ്തോത്രം, ഹാമാൻ്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചില്ല, ഒന്ന് കുമ്പിട്ടില്ല. ഇതാണ് സ്തോത്രം ഏറ്റവും വലിയ തെറ്റ് ഹാമാൻ്റെ മുമ്പിൽ കണ്ടെത്തിയത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ശത്രു അതിങ്ങനെ എടുത്ത് വലിയ സ്തോത്രം മലയുടെ മുകളിൽ കൊണ്ട് നിർത്താറുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, ഹാമാൻ്റെ ഭാര്യ സേരസ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്ന എസ്തേറിൻ്റെ മുമ്പിൽ, ഉപവസിക്കുന്ന സൂസൻ രാജധാനിയുടെ മുൻപിൽ നീ വീണുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പുസ്തകം പറയുന്നു, അഹശ്വേരോശിൻ്റെ കാലഘട്ടങ്ങളിൽ സ്തോത്രം രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാമെന്ന് എസ്തേർ രാജ്ഞിയോട് പറയാൻ കാര്യമുണ്ട്. അല്ലെങ്കിൽ രാജസന്നിധിയിൽ ഒരു വ്യക്തിക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. അവൾ കയറി ചെല്ലുമ്പോൾ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടുവാനിടയായി. സ്തോത്രം. ഇല്ലെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലണമെങ്കിൽ സ്തോത്രം മുൻപേ സ്തോത്രം നമ്മൾ അനുവാദം ചോദിച്ചിരിക്കണം, സമയം ചോദിച്ചിരിക്കണം. നമ്മൾ കളക്ടറെ കാണാൻ പോകുമ്പോൾ മുൻപേ അനുമതി ചോദിക്കുന്നത് പോലെ, മുമ്പേ പാസ് എടുക്കുന്നത് പോലെ ഇന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ കയറി കാണണമെന്ന് നമ്മൾ മുമ്പേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരു ടോക്കൺ എടുക്കുന്നത് പോലെ ഇവിടുത്തെ ടോക്കൺ എന്നറിയാമോ? എസ്തേർ ദൈവത്തോട് ഉപവസിപ്പാൻ തുടങ്ങി. 3-ാം ദിവസം എസ്തേർ രാജസന്നിധിയിൽ കടന്നു ചെല്ലുകയാണ്. ദൈവ പൈതലേ, സ്തോത്ര, ഹാമാന് പ്രൈസ് ദി ലോർഡ് ഒരു വിരുന്നൊരുക്കുവാനിടയായി. അഹശ്വേരോശ് രാജാവിൻ്റെ മുമ്പിൽ ഹാമാനും മൊർദെഖായിയും ഒരു വിരുന്നൊരുക്കാനിടയായി. സൃഷ്ടമായി കഴിച്ചു. വിരുന്ന് സൽക്കാരമെല്ലാം കഴിഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, രാജകൽപ്പന അനുസരിച്ച് സ്തോത്രം തൂക്കിക്കൊല്ലുന്ന വ്യക്തിയെ കുതിരപ്പുറത്ത് കയറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി നാടത്തിന് ചുറ്റിക്കണം, ചെണ്ടയടിക്കണം, കൊട്ടണം. പക്ഷേ അവനെ ചുറ്റി എല്ലാം ചെയ്തുവെങ്കിലും നേരെ തിരിഞ്ഞു വരികയാണ്. എന്തെന്നറിയാമോ? പ്രാർത്ഥനയുടെ ശക്തിയാണ്. മൊർദെഖായി തൂങ്ങേണ്ട അതേ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ ഹാമാന് തൂക്കുവാനിടയായി. തീർന്നില്ല. ഹാമാൻ്റെ വീട്ടിനകത്തുള്ള സാധനങ്ങൾ സകല നന്മകളും മൊർദെഖായിക്ക് ദൈവം കൊടുക്കുവാനിടയായി. ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിൻ്റെ നന്മകൾ ശത്രുവിൻ്റെ കളത്തിലിരിക്കുകയാണോ എങ്കിൽ ഇന്ന് പകലിൽ അത് നിൻ്റെ കരങ്ങളിലേക്ക് വന്ന് ചേരുവാൻ പോകുന്നു. നിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിൻ്റെ കരങ്ങളിൽ വന്ന് ചേരാൻ പോകുന്നു. ദൈവത്തോട് നീ പ്രാർത്ഥിക്ക്. ഈ പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ സമർപ്പിച്ചു കൊടുക്ക്. നിൻ്റെ നന്മകൾ ശത്രുവിൻ്റെ പാളയത്തിലാണെങ്കിൽ അത് നിൻ്റെ കരങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. ദൈവം നിങ്ങളെ ശക്തമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായി പ്രാർത്ഥിക്കൂ. ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവസ്ഥനിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കൂ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ.